ഇനി വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. ഏറെ പ്രമാദമായ മാന്നാർ കലാ കൊലപാതക കേസിൽ ഒരു വൻ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. കലയുടെ മൃതദേഹം മറവ് ചെയ്തുവെന്ന് പോലീസ് കരുതുന്ന സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ശേഖരിച്ച സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനായില്ല. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ ലഭിച്ച റിപ്പോർട്ടിലാണ് സ്ഥിരീകരണം. 15 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ കലയെ ഭർത്താവ് അനിൽകുമാർ കൊന്നു കുഴിച്ചുമൂടി എന്നായിരുന്നു കേസ്. ഇതോടെ ഇസ്രയേലിലുള്ള മുഖ്യപ്രതി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനും അന്വേഷണ സംഘത്തിന് ബുദ്ധിമുട്ടാകും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചുമൂടപ്പെട്ട സത്യം പുറം ലോകത്തേക്ക് എത്തുന്നത് ഒരു ഊമക്കത്തിന്റെ രൂപത്തിലായിരുന്നു. മാന്നാർ ഇരമത്തൂരിൽ നിന്ന് കാമുകനുമായി അപ്രത്യക്ഷയായെന്ന് പറഞ്ഞ കല കൊല്ലപ്പെട്ടു എന്നായിരുന്നു അന്നത്തെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന് ലഭ്യമായ കത്തിന്റെ ഉള്ളടക്കം. അമ്പലപ്പുഴ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു ഗാർഹിക പീഡന കേസുമായും ബന്ധപ്പെട്ട് കലയുടെ മരണം സംബന്ധിച്ച വിവരം പോലീസിന് ലഭിച്ചു. കലയെ ഭർത്താവ് അനിൽകുമാർ കൊലപ്പെടുത്തി തങ്ങളുടെ സഹായത്തോടെ മറവ് ചെയ്തുവെന്ന് ചോദ്യം ചെയ്യലിൽ ബന്ധുക്കൾ കൂടി സമ്മതിച്ചതോടെ വർഷങ്ങൾ നീണ്ട രഹസ്യത്തിന്റെ ചുരുളഴിയുകയായിരുന്നു. രഹസ്യ വിവരത്തിന്റെയും തുടർ പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ 2024 ജൂലൈ 1 കലയുടെ ഭർത്താവ് അനിൽകുമാർ ബന്ധുക്കളായ ജിനു, സോമൻ, പ്രമോദ് എന്നിവരെ പ്രതി ചേർത്ത് മാന്നാർ പോലീസ് കൊലപാതക കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ആലുവയിൽ ജോലി ചെയ്തിരുന്ന കലയെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അനിൽകുമാർ വലിയ പെരുമ്പഴ പാലത്തിൽ വെച്ച് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മറ്റ് പ്രതികളെ വിവരമറിയിക്കുകയായിരുന്നുവെന്നായിരുന്നു മൊഴി. മൃതദേഹം കാറിന്റെ പിൻസീറ്റിലിരുത്തി വീട്ടിലെത്തിച്ചു. 4 പേരും ചേർന്ന് മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തു എന്നാണ് പോലീസ് വിശദീകരിച്ചത്. ഒന്നാം പ്രതിയായ അനിൽകുമാർ ഇസ്രായേലിലായിരുന്നതിനാൽ മറ്റു പ്രതികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അനിൽകുമാറിന്റെ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് അന്വേഷണ സംഘം പരിശോധിക്കുകയായിരുന്നു. ടാങ്കിൽ നിന്നും മൃതദേഹത്തിന്റേതെന്ന് കരുതുന്ന സാമ്പിളുകളും അന്ന് പോലീസ് ശേഖരിച്ചു. കൊല്ലം മുന്നേ നടന്ന സംഭവമായതുകൊണ്ടുകൂടി നമ്മുടെ റെക്കോർഡ്സിൽ അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല. ആക്ച്വലി അമ്പലപ്പുഴയാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയത്. ഇങ്ങനെ ഒരു സ്ത്രീ മിസ്സിംഗ് ആണ്, കുറയപ്പെടാൻ സാധ്യത ഉള്ള ഇൻഫർമേഷൻ നമുക്ക് അവിടെയാണ് കിട്ടിയത്. അപ്പോൾ അതിന്റെ ബേസിസിലാണ് നമ്മൾ അവിടെ നിന്നായിരുന്നു എൻക്വയറി നടത്തിയത്. നിലവിൽ ഇപ്പോൾ എവിടെയാണുള്ളത്? ഇസ്രായേലിലാണെന്നാണ് നമ്മുടെ അറിവ്. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. എല്ലുകളുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയെന്ന് കരുതി പോലീസിന് ലഭിച്ച സാമ്പിളുകൾ ഒന്നും തന്നെ മൃതദേഹാവശിഷ്ടങ്ങൾ അല്ല എന്നാണ് കണ്ടെത്തൽ. ഇതിനിടയിൽ 1 വർഷമായിട്ടും കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള ശ്രമവും അതുകൊണ്ട് തന്നെ പരാജയപ്പെട്ടു. കലയെ മറ്റൊരു സെപ്റ്റിക് ടാങ്കിലാകാം കുഴിച്ചിട്ടതെന്ന സംശയവും പോലീസിനുണ്ട്. ഇനി അന്വേഷണ സംഘത്തിന് ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ അനിൽകുമാറിനെ ഏത് വിധേനയും നാട്ടിലെത്തിച്ചേ മതിയാകൂ. കൊലപ്പെടുത്തിയെന്നും മൃതദേഹം കണ്ടുവെന്നുമുള്ള ദൃക്സാക്ഷിമൊഴി ഉൾപ്പെടെയുള്ള കേസിൽ കല മരണപ്പെട്ടുവെന്ന് ആധികാരികമായി തെളിയിക്കാൻ സത്യത്തിൽ വാക്കാലുള്ള മൊഴികൾക്കപ്പുറം അന്വേഷണ സംഘത്തിന്റെ കൈവശം ബലപ്പെട്ടതായി യാതൊന്നുമില്ലെന്ന് തന്നെ പറയാനാകും. വർഷങ്ങൾക്ക് ശേഷം വെളിച്ചം കണ്ട മാന്നാർ കലാ കൊലപാതക കേസിൽ നിർണായകമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. മുഖ്യപ്രതി അനിൽകുമാറിനെ ഏത് വിധേനയും നാട്ടിലെത്തിച്ചാൽ മാത്രമേ ഇനി ഈ കേസിന്റെ ചുരുളുകൾ അഴിക്കാൻ പോലീസിന് കഴിയുകയുള്ളൂ. ആലപ്പുഴ മാന്നാറിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വിശദാംശങ്ങളുമായി ശരണ്യ ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ഇതൊരു വല്ലാത്ത ട്വിസ്റ്റ് ആയിപ്പോയി. നമ്മൾ
ഇപ്പോൾ കാണാറുള്ള ത്രില്ലർ സിനിമകളിലെ പോലെ മൃതദേഹാവശിഷ്ടം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ അങ്ങനെ ഒന്നില്ല എന്ന് പറയുന്നത് ഈ കേസിന്റെ മുന്നോട്ട് പോക്കിനെ എല്ലാ തരത്തിലും ബാധിക്കുമെന്ന് ഉറപ്പാണ്. പ്രത്യേകിച്ച് ശരണ്യ പറഞ്ഞു നിർത്തിയതുപോലെ അനിൽകുമാർ തിരിച്ചെത്തണമെങ്കിൽ അയാളെ കൊണ്ടുവരാൻ ആവശ്യമായ തെളിവുകൾ വേണം. പക്ഷെ അതാണിപ്പോൾ പോലീസിന് മുന്നിൽ ഇല്ലാതായിരിക്കുന്നത്. ഇനി എങ്ങനെ മുന്നോട്ട് പോകും പോലീസ്? തീർച്ചയായിട്ടും ശ്രീജ, ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസുകൾ ഒന്നായിരുന്നു ആലപ്പുഴ മാന്നാറിലെ കല എന്ന 27-കാരി കൊല്ലപ്പെട്ട കേസ്. ഈ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസ് തെളിയിക്കപ്പെടുന്നതല്ല, ഈ കേസിലെ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് 2024 ജൂലൈ 1-നാണ് പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് ഇവർ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട് 15 വർഷത്തിന് ശേഷം, അതായത് 2009 കാണാതായ കല എന്ന മാന്നാർ സ്വദേശിനി അവർ പലയിടങ്ങളിലായി താമസിക്കുന്നു എന്ന് ബന്ധുക്കളടക്കം വിവരം നൽകുകയും പക്ഷേ ജില്ലാ പോലീസ് മേധാവിയായ ചൈത്ര തെരേസ ജോണിന് 2024 കിട്ടിയ ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറത്തുവരുന്നത്. ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും അത്തരത്തിലുള്ള ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കല കൊല്ലപ്പെട്ടുവെന്നും ഒപ്പം തന്നെ കലയെ കൊലപ്പെടുത്തിയവർ ഇതാണെന്നും ഇന്ന ആളുകളാണെന്നും എങ്ങനെ മറവ് ചെയ്തു എന്നതടക്കം വിശദീകരിക്കുന്ന ഒരു കത്തായിരുന്നു ചൈത്ര തെരേസ ജോണിന് ലഭ്യമായത്. അതിനോടൊപ്പം തന്നെ അമ്പലപ്പുഴ പോലീസിൽ ഒരു ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ ഭാര്യ നൽകിയ ഈ പ്രതികളിൽ ഒരാളായ പ്രമോദിന്റെ ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് പോലീസ് ഈ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അവർ നൽകിയ നിർണായകമായ ചില വിവരങ്ങൾ, അതായത് ഒരുത്തിയെ കൊന്നു കുഴിച്ചു മൂടിയിട്ടും ആരും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ പ്രകോപനപരമായ രീതിയിൽ ഒരു കാര്യം ഭർത്താവ് തന്നോട് വെളിപ്പെടുത്തിയിരുന്നുവെന്ന ഭാര്യ നൽകുന്ന മൊഴിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കൂടിയാലോചനകൾക്ക് ശേഷം ഈ ഒരു കേസിലേക്ക് പോലീസ് കടക്കുന്നത്. 2024 ജൂലൈ 1-നാണ് മാന്നാർ പോലീസ് 15 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു തിരോധാനമായ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇതൊരു കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോവുകയും ചെയ്തത്. തുടർന്ന് ഈ പിറ്റേ ദിവസം, അതായത് ജൂലൈ 2-ാം തീയതി പോലീസ് മാന്നാറിലെത്തി അനിൽകുമാറിന്റെ വീടിന്റെ സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധനയിലേക്ക് പോകുന്നു. ദീർഘനേരമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം അതിനകത്തുനിന്ന് ശരീരാവശിഷ്ടങ്ങളുടേതെന്ന് കരുതുന്ന സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് പിന്നീട് ജിനു, പ്രമോദ്, സോമൻ എന്നീ അനിൽകുമാറുമായി അടുത്ത ബന്ധമുള്ള ആളുകളെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും അനിൽകുമാർ വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ച്, മാന്നാറിലെ വലിയ പെരുമ്പുഴ പാലത്തിൽ കലയുടെ മൃതദേഹവുമായി വന്നത് കണ്ടു എന്നുള്ള രീതിയിൽ ഇവർ മൊഴി നൽകിയെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. കാറിന്റെ പിൻസീറ്റിൽ ഇരുത്തിയ നിലയിലായിരുന്നു മൃതദേഹം. കലയെ കൊലപ്പെടുത്തിയെന്ന് അനിൽകുമാർ വ്യക്തമാക്കുകയും അതിനുശേഷം ഇത് മറവ് ചെയ്യാൻ സഹായിക്കണമെന്ന് ഇവരോട് ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് സാക്ഷിമൊഴി അടക്കം ലഭ്യമായ ഒരു കേസാണ്. അതായത് കലയുടെ മൃതദേഹം പിന്നീട് ഇവർ കാറിൽ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീടിന്റെ മുന്നിലെ സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തു എന്നുള്ളതായിരുന്നു ഒപ്പമുണ്ടായിരുന്ന പ്രതികളുടെ ഉൾപ്പെടെയുള്ള മൊഴി. പക്ഷേ ഈ കേസിനകത്ത് ഏറ്റവും നിർണായകമായ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നുള്ളതിൽ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ പരാജയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങളുടേതായി യാതൊന്നും കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വഴിത്തിരിവ്. ആദ്യഘട്ടത്തിൽ തന്നെ കലയുടെ മൃതദേഹം ഇവിടെ തന്നെ ആകുമോ മറവ് ചെയ്തെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. മറ്റൊരു സെപ്റ്റിക് ടാങ്ക് കേന്ദ്രീകരിച്ചും പോലീസിന് സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇവർ പ്രതികൾ പറഞ്ഞത് അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ടാങ്കാണ് വീടിന്റെ മുൻഭാഗത്തോട് ചേർന്ന അനിൽകുമാറിന്റെ വീടിന്റെ മുൻഭാഗത്തോട് ചേർന്നുള്ള ടാങ്കാണ് തുറന്ന ദീർഘനേരമായുള്ള അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടത്തിയത്. വൈകിട്ടോടുകൂടി ജില്ലാ പോലീസ് മേധാവി ഇങ്ങനെ ഒരു കേസ് FIR ഇട്ടിട്ടുണ്ടെന്നും കൊല്ലപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് മറ്റ് പ്രതികളിൽ നിന്ന് മൊഴികൾ ലഭ്യമായിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണവും ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ഈ കേസിൽ ഇപ്പോൾ അന്വേഷണ സംഘം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് അനിൽകുമാർ, അതായത് കേസിലെ 1-ാം പ്രതിയും കലയുടെ ഭർത്താവുമായ അനിൽകുമാറിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയാത്തൊരു സാഹചര്യം
ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയുള്ള കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ ഈ പരിശോധനാ ഫലം നെഗറ്റീവായിരിക്കുന്നു. മറ്റ് ഈ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കടക്കുന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം പോകാൻ കഴിയാത്ത വിധം അവർ സ്റ്റക്കായി നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പരാജയപ്പെട്ടു. അത് അംഗീകരിക്കാനാവില്ല. അത് മടക്കി അയക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇപ്പോൾ ബ്ലൂ കോർണർ നോട്ടീസ് എങ്കിലും പുറപ്പെടുവിച്ചുകൊണ്ട് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമമാണ് മാന്നാർ പോലീസ് നടത്തുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ കല കാണാതായി 2009 കലയെ ഡിസംബറിൽ കാണാതായി എന്ന് പറഞ്ഞതിന് ശേഷം കലയുടെ പല ബന്ധുക്കളടക്കം കല പാലക്കാട് നിന്ന് വിളിച്ചിരുന്നു എന്നൊക്കെയുള്ള ചില മൊഴികൾ പോലീസ് നൽകിയിരുന്നു. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിലും അവർ അക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഞെട്ടിക്കുന്ന മൊഴികളായിരുന്നു ഈ കേസിനകത്ത് ഒപ്പം അനിൽകുമാറിനൊപ്പം സഹായികളായി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് പോലീസിന് ലഭിച്ചത്. ജീവിച്ചിരുന്നുവെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ 2009 കല ഇവിടുന്ന് പോയ ഘട്ടത്തിൽ തന്നെ ആലുവയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്നും ആലുവയിൽ ജോലി ചെയ്യുന്ന സമയത്ത് മറ്റൊരാളുമായി സൗഹൃദമുണ്ടായിരുന്നു. അതിൽ വൈരാഗ്യം തോന്നിയ അനിൽകുമാർ ഗൾഫിൽ നിന്ന് തിരിച്ചെത്തി ഈ കലയെ ആലുവയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ച് കൊലപ്പെടുത്തി എന്നുള്ളതായിരുന്നു മാന്നാർ പോലീസിന്റെ വിശദീകരണം. എന്തായാലും ഈ കേസിൽ ഇനി എന്ത് എന്നുള്ളത് ശരി ശരണ്യ, ഞാനിപ്പോൾ മടങ്ങിയെത്താം. റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ സുഭാഷ് ബാബു കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുഭാഷ് ബാബു, ഏറെ പ്രമാദമായ കേസായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ ഒരു ഊമക്കത്ത് അമ്പലപ്പുഴ സ്റ്റേഷനിലേക്ക് വരുന്നു. തുടർന്നുണ്ടായ അന്വേഷണത്തിൽ നമ്മൾ കേട്ടത് ഒരു സിനിമാ കഥയൊക്കെ വെല്ലുന്ന ഒരു കൊലപാതക കഥയൊക്കെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനം ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തണമെന്നതാണ്. ഈ സാക്ഷിമൊഴികൾ, മൃതദേഹം തങ്ങൾ കൊണ്ടിട്ടു എന്ന് പറഞ്ഞ സാക്ഷിമൊഴികൾ കൂടി ഉള്ളപ്പോൾ അവിടെ മൃതദേഹാവശിഷ്ടം കിട്ടിയില്ലെങ്കിൽ ഇനി എന്തു ചെയ്യും? പ്രത്യേകിച്ച് ഒന്നാം പ്രതി അനിൽകുമാർ ഇസ്രയേലിലാണ്. അയാളെ തിരിച്ചെത്തിക്കാൻ ഇപ്പോൾ ഈ 1 വർഷമായിട്ടും യാതൊരു തരത്തിലും പോലീസിന് യാതൊന്നും ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. അല്ല, അതില് കോർപ്പസ് ഡിറ്റക്ട്, അതായത് നമ്മൾ മരിച്ച ആളിന്റെ ശവശരീരം കണ്ടുപിടിച്ചിട്ട് അയാൾ ഈ പറഞ്ഞ വ്യക്തി തന്നെയാണ്, അല്ലെ ആ സ്ത്രീ തന്നെ ആണ് മരിച്ചത് എന്ന് തെളിയിക്കുക എന്നുള്ളതാണ് കൊലക്കേസുകളിലെ പ്രധാനപ്പെട്ട ഘടകം. അത് ഇവിടെ സാധിക്കാത്തിടത്തോളം അവസരത്തിൽ കൊലക്കേസിന്റെ പ്രസക്തി കുറഞ്ഞു വരും. പിന്നെ സാഹചര്യ തെളിവുകളൊക്കെ വെച്ചിട്ട് കേസുകൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നല്ലാണ്ട് അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവര് അവിടെ കൊണ്ടുവന്ന് ഈ ടാങ്കിനകത്ത് ഇട്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ടാങ്ക് പരിശോധിക്കുന്ന അവസരത്തിൽ അതിന്റെ അവശിഷ്ടങ്ങളോ അത് അവിടെ ഉണ്ടായിരുന്ന സാന്നിധ്യത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇട്ടിട്ടില്ല എന്ന് നമുക്ക് ശാസ്ത്രീയമായി ഒരു നിഗമനത്തിലെത്തണം. പക്ഷെ അവിടെ ഉള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മറ്റാളുകൾ സഹായികളോട് ഈ ടാങ്കിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാലും അവിടെ നിന്ന് പിടിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ബുദ്ധിപരമായിട്ട് അവിടെ നിന്ന് അതെടുത്ത് മാറ്റി അദ്ദേഹത്തിന്റെ സ്വയമായിട്ടോ ഇനി മറ്റാരുടെയെങ്കിലും സഹായത്തോടെ വേറൊരു സ്ഥലത്ത് കൊണ്ടിടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ശരി, അതില് അനിൽകുമാറിനെ കിട്ടി അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അതിന്റെ കൂടുതൽ ദുരൂഹ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ അവരെ സംബന്ധിച്ചിടത്തോളം അവര് തിരിച്ചറിയപ്പെട്ട പ്രതികള്, അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പൊ കള്ളം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാലും അവരെ വീണ്ടും ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ അവരെ ഇനിയും പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ടാങ്കിലിട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല എന്നുള്ളതിന് വേണ്ടിയിട്ട് അവർ അവർക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം. എന്തായാലും അവരെ വീണ്ടും ചോദ്യം ചെയ്യുക, അതുപോലെ തന്നെ മുഖ്യപ്രതി ചോദ്യം ചെയ്യുക. ചോദ്യം ചെയ്തതിന് ശേഷം ഇവിടെ തന്നെയാണോ ഇട്ടോ അതോ ഇവര് കളവ് പറഞ്ഞതാണോ, അല്ലെ അനിൽകുമാർ വരുന്ന അവസരത്തിൽ അദ്ദേഹം സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ നിന്ന് ബോഡിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട ദൗത്യം. അതിന് എന്തായാലും ശരി, അന്വേഷണം കൂടുതൽ ചോദ്യം ചെയ്യലിന്റെ പശ്ചാത്തലത്തിൽ അല്ലെ പ്രധാന പ്രതിയെ ലഭ്യമായ ശീർഷത്തിലുള്ള നടപടികളിലേക്ക് മാത്രമേ നമുക്കൊരു നിഗമനത്തിലെത്താൻ പറ്റുള്ളൂ. തൽക്കാലം ഇവരെ വീണ്ടും ചോദ്യം ചെയ്തതിന് അവസരത്തിൽ ഇങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ കളവാണെന്നുള്ള രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തുകയും അപ്പോൾ അവരെ ഗത്യന്തരമില്ലാതെ ചിലപ്പോൾ സത്യം സംഭവിച്ചു എന്ന് വരാം. അങ്ങനെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം. ഇതിൽ ഏത് സാഹചര്യത്തിലാണ് ഇവർ ഇത് പറഞ്ഞത്? ഒരുപക്ഷെ ഇവരെ അങ്ങ് പറഞ്ഞതുപോലെ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചതാവാം, അതല്ലെങ്കിൽ ഇവർ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാവാം. രണ്ടിനും ഒരുപോലെ സാധ്യതയുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു 15 വർഷത്തിന് ശേഷം അവർ ഈ കൊലപാതകം നടന്ന ശേഷം അവർ കണ്ടു, ഈ ബോഡി കൊണ്ടുവന്നു എന്നെല്ലാം അവർ സമ്മതിക്കുമ്പോൾ ഇതിൽ ഏതിനായിരിക്കും കൂടുതൽ സാധ്യത?
ഇല്ല, ടാങ്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും ഇടയ്ക്ക്. ചിലപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തിലെ അവശിഷ്ടങ്ങളൊക്കെ പോവാം. അതല്ലെങ്കിൽ അവിടെ കൊണ്ടിട്ടിട്ടുണ്ടാവില്ല. അതിനകത്ത് ഇത് കൊണ്ടൊന്ന് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് മാറ്റപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തായാലും അതിന്റെ അവശിഷ്ടങ്ങൾ ടാങ്കിൽ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ എന്തായാലും ശരി, അവിടെ ഇട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവിടെ ഇട്ടതിന് ശേഷം ടാങ്ക് ക്ലീൻ ചെയ്യുകയോ അല്ലെങ്കിൽ ബോഡി അവിടെ നിന്നെടുത്ത് മാറ്റപ്പെടുകയോ ചെയ്തിട്ടുണ്ടാവും. അത് നമുക്കിപ്പോ ഈ ബന്ധപ്പെട്ട പ്രതികളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമല്ലേ ഇത് കിട്ടുള്ളൂ. അതിനകത്ത് ഈ മനുഷ്യ ശരീര അവശിഷ്ടങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും ശാസ്ത്രീയമായിട്ട് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിലേക്ക് നമുക്കത് പിന്നെ നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റില്ല. അത് വേണമെങ്കിൽ നമുക്ക് അവിടുന്ന് ശേഖരിച്ച പദാർത്ഥങ്ങളൊക്കെ രണ്ടാമതൊന്നും കൂടെ പരിശോധിപ്പിക്കാം എന്നതല്ലാതെ അതിന്റെ മുമ്പിൽ ഇനിയും പ്രത്യേകിച്ച് സാധ്യതകളൊന്നും കാണുന്നില്ല. പക്ഷെ കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് ഇത് തെറ്റിദ്ധരിപ്പിച്ചാകാം, അല്ലെങ്കിൽ പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്തതായിരിക്കാം. അപ്പൊ എന്തായാലും ശരി, അതിന് അന്വേഷണം ചോദ്യം ചെയ്യലിന്റെ പശ്ചാത്തലത്തിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പക്ഷേ ഈ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൊലപാതകം നടത്തിയ ആളെന്ന നിലയ്ക്ക് അനിൽകുമാറിനാണ് ഇതിൽ സത്യങ്ങൾ അറിയാവുന്ന വ്യക്തി ഈ അനിൽകുമാറാണ്. പക്ഷേ ഇതുവരെയായിട്ടും നമുക്ക് അനിൽകുമാറിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടേ ഇല്ല. അല്ല, പോലീസിനെ അയാളെ ഡിപ്പോർട്ട് ചെയ്യാമല്ലോ. പ്രതിയാക്കിയതിനു ശേഷം ഇന്നത്തെ കേസിന്റെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പ്രതിയാക്കിയിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിനെ ഇവിടത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഡിപ്പോർട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും അത് കൊലപാതകം നടന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പൊ ആ സത്യമായ സാഹചര്യത്തിൽ അദ്ദേഹം അതിനെ തെളിവ് തരേണ്ടി വരുമല്ലോ. അതിന്റെ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം പോലീസിനോട് വെളിപ്പെടുത്തേണ്ടി വരും. അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ കേസിന്റെ കൂടുതൽ അന്വേഷണത്തിലേക്കും പുരോഗതിയിലേക്കും പോകും. അതല്ലാതെ ഇപ്പോ സർ, ഒരു സംശയം, ഇയാൾക്ക് വേണ്ടിയുള്ള റെഡ് കോർണർ നോട്ടീസ് മടക്കുകയാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ ഇയാളെ ഇനി നാട്ടിൽ എത്തിക്കുക ഒരു വലിയ വെല്ലുവിളിയല്ലേ? അതെ, അവിടെ അയാളവിടെ റെഡ് കോർണർ ഓർഡർ സാധാരണഗതിയിൽ മടക്കാൻ പറ്റില്ല. നമുക്ക് എക്സ്ട്രാഡിഷൻ ഉള്ള ആണെന്നാണ് അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മടക്കുന്നത്. അപ്പൊ അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഗവൺമെന്റ് തലത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നു എന്നുള്ള അറിവുണ്ടെങ്കിൽ അദ്ദേഹത്തെ എന്തായാലും ശരി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ് ശ്രമിക്കാം. എക്സ്ട്രാഡിഷൻ ഉള്ള രാജ്യമാണെങ്കിൽ തന്നേ പറ്റൂ, തരണം. അപ്പൊ അതുകൊണ്ട് അത് വേറെ ഏതെങ്കിലും സാഹചര്യത്തിലായിരിക്കും റെഡ് കോർണർ നോട്ടീസ് അതിന് മറുപടി തരാതെ, അല്ലെങ്കിൽ ഇതുവരെ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെന്നാണ് അറിവ്. അത് കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ അന്വേഷണം പൂർത്തിയാകട്ടെ. കുറ്റപത്രം വെറുതെ സമർപ്പിക്കാൻ പറ്റില്ലല്ലോ. അന്വേഷണാവസ്ഥയിൽ കൊണ്ടുവരുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. എന്നാൽ തന്നെയും ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന തെളിവനുസരിച്ച് താൽക്കാലികമായി ഒരു കുറ്റപത്രം കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ മറ്റേയാളും പ്രതിയാക്കി വെച്ചു എന്ന് പറഞ്ഞ് ചോദിച്ച് കൂടുതൽ തെളിവ് വേണമെങ്കിൽ നമ്മളിപ്പം അന്വേഷിച്ച് കേസിന്റെ വിചാരണ അവസാനിക്കുന്നതിന് മുമ്പ് കോടതിയിൽ ഹാജരാക്കിയാൽ മതി. അതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ആ വ്യക്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞത് രാജ്യാന്തരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ എക്സ്ട്രാഡിഷൻ ഉണ്ട്. കുറ്റവാളികളെ കൈമാറുന്നതിന്റെ സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ ശ്രമം ഫലമായിട്ട് മാത്രമേ അത് സാധ്യമുള്ളൂ. അല്ലാണ്ട് പോലീസ് മാത്രം പോലീസ് അല്ലല്ലോ ശ്രമിക്കുന്നത്, ഗവൺമെന്റിലൂടെ പോലീസ് ശ്രമിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി ശ്രമം തുടരല്ലാണ്ട് വേറെ മാർഗമില്ലല്ലോ. ശരി, എന്തായാലും ഈ കേസിൽ ഒരു വലിയ ട്വിസ്റ്റാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ നന്ദി ശ്രീ സുഭാഷ് ബാബു പ്രതികരിച്ചതിന്. ശരണ്യ, ഏറ്റവും പ്രധാനം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ അനിൽകുമാറിനെ ഇനി നാട്ടിലെത്തിക്കുക എന്നതല്ലാതെ പോലീസിന് ഈ കേസിൽ മുന്നോട്ട് പോകാൻ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ ഒന്നുകിൽ ആ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഇവർ പോയതിനു ശേഷം മൃതദേഹം മാറ്റിയതാവാം, അല്ലെങ്കിൽ അവർ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ അവരുടെ ഭാഗത്ത് ആ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാനും കഴിയില്ല. അപ്പോൾ പോലീസ് എങ്ങനെ മുന്നോട്ട് പോകും? ഈ അനിൽകുമാറിന്റെ കാര്യത്തിൽ എന്താണ് പോലീസിന് മുന്നിലുള്ള തടസ്സങ്ങൾ? ഇതിനകത്ത് ഒരു പ്രതിസന്ധി അന്വേഷണ സംഘം നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ കേസിൽ റെഡ് കോർണർ നോട്ടീസ് പ്രൊസീജിയറിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്കിപ്പോൾ ലഭ്യമായ വിവരം. റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് ഇസ്രായേലിൽ നിന്നും അൽകുമാറിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് അന്വേഷണ സംഘം ആദ്യം നടത്തിയത്. പക്ഷേ റെഡ് കോർണർ ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ റെഡ് കോർണർ നോട്ടീസിലേക്ക് ആ പ്രൊസീഡിംഗ്സിലേക്ക് കടക്കുന്നതിന് തടസ്സമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് റെഡ് കോർണർ നോട്ടീസ് എന്നുള്ള കടമ്പയിലേക്ക് ഇപ്പോൾ പോലീസ്
കടക്കാതിരിക്കുന്നത് തന്നെ. മറ്റൊന്ന് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച് എത്തിക്കാനുള്ള ശ്രമം ഇസ്രായേലിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അനിൽകുമാർ ഈ കേസിന്റെ പല ഘട്ടത്തിലും വീട്ടിലുള്ള ബന്ധുക്കളെ അടക്കം ബന്ധപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദം വീട്ടുകാരുടെ മേലുണ്ടായിരുന്നു. പക്ഷെ ആ ഘട്ടത്തിലൊക്കെ ആ സമ്മർദ്ദത്തിലൂടെ കടന്നുപോയ ഘട്ടത്തിലും അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുന്ന കാര്യത്തിൽ പോലീസിന് വിജയിക്കാനായില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം കൂടി കേസിനകത്ത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ എത്രമാത്രം അത് വിജയകരമായി നടപ്പിലാക്കാൻ കഴിയും, പ്രത്യേകിച്ച് ഇസ്രായേൽ പോലെയുള്ള ഒരു രാജ്യത്ത് നിന്ന് അനിൽകുമാറിനെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് എത്രമാത്രം പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഈ കേസിനകത്ത് ഇനി ഏറ്റവും നിർണായകമായ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പ്രതിയെ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഇടപെടൽ ഏത് തരത്തിലാകും അന്വേഷണ സംഘം നടത്തുക എന്നുള്ളതാണ്. മറ്റൊരു രാജ്യത്തുള്ള ഒരാളാണ്, അയാളെ ഇവിടേക്ക് എത്തിക്കണമെങ്കിൽ തന്നെ നിയമപരമായി കൃത്യമായ അത്തരത്തിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാനുള്ള നീക്കം മാത്രമേ വിജയകരമായി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. അത് ഈ കേസിൽ ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘത്തിന് കഴിയാത്ത സാഹചര്യമുണ്ട്, തടസ്സമുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഈ പ്രതികളൊക്കെ തന്നെ ഈ ബന്ധുക്കളാണ്. ആദ്യഘട്ടത്തിൽ അനിൽകുമാർ ഈ മൃതദേഹവുമായി വരുന്നത്, ഇവർ കൂട്ടമായി ഈ മൃതദേഹവുമായി വരുന്നതും സംസ്കരിക്കുന്നതടക്കം കണ്ടു എന്ന് പറഞ്ഞ അയൽവാസിയായ ആളുകൾ ഉൾപ്പെടെ പിന്നീട് മാറ്റിപ്പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളി അന്വേഷണ സംഘത്തിന് ഈ കേസിലുണ്ട് എന്നുള്ളതാണ്. 2009 ഡിസംബറിൽ കാണാതായ കലയെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കല കൊല്ലപ്പെട്ടു എന്ന് പല പ്രതികളും അതിനകത്ത് സാക്ഷ്യപ്പെടുത്തുമ്പോഴും മൃതദേഹം പോലും കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥയുള്ളത് വലിയ വെല്ലുവിളി അന്വേഷണ സംഘത്തിന് മുന്നിൽ, വലിയ സമ്മർദ്ദവും അവർക്ക് മേൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് 2024 ജൂലൈ 1 ഇട്ട എഫ്ഐആറിൽ ഇപ്പോഴും ഈ കേസിനകത്ത് മറ്റു കടമ്പകളിലേക്ക് കടക്കാനാവാതെ, അതായത് ഈ പ്രമോദും ജിനുവും സോമനും ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് അവരെ ജാമ്യത്തിൽ ഇറങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അത്ര ബലമുള്ള അല്ലെങ്കിൽ അത്ര കണ്ട് സ്ഥിരീകരിക്കുന്ന തെളിവുകളിലേക്ക് എത്താനായി പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ കേസിൽ എങ്ങനെ പോലീസ് മുന്നോട്ട് പോകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ നിന്ന് വളരെ പ്രമാദമായ മാന്നാറിലെ കലാ കൊലപാതക കേസിൽ അല്ലെങ്കിൽ കലാതിരോധാന കേസിൽ ഇപ്പോൾ നിർണായകമായൊരു വഴിത്തിരിവ്. ഈ പ്രതികൾ മൃതദേഹം കൊണ്ടിട്ടു എന്ന് പറഞ്ഞ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വിശദമായ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു പ്രതിസന്ധിയിലേക്ക് ഈ കേസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുകയാണ്. യാത്രക്കാർ പാടെ വലഞ്ഞിരിക്കുന്നു. സ്വകാര്യ ബസ്സുകൾ കൂടുതലായി സർവീസ് നടത്തുന്ന തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിലാണ് യാത്രക്കാരെ കാര്യമായി പണിമുടക്ക് ബാധിച്ചത്. KSRTC ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ കൂടുതൽ സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ യാത്രക്കാർ ദുരിതത്തിൽ തന്നെയാണ്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, നമുക്കറിയാം മലപ്പുറം പാലക്കാട്
തൃശ്ശൂർ കോഴിക്കോട് എന്നൊക്കെ പറയുമ്പോൾ പൂർണ്ണമായും ഏതാണ്ട് പൂർണ്ണമായും തന്നെ സ്വകാര്യ ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ ഓഫീസ് സമയമായി കുട്ടികളൊക്കെ സ്കൂളിൽ പോകേണ്ട ഒരു സമയം കഴിഞ്ഞ ഒരു മണിക്കൂറൊക്കെ എത്രത്തോളം ദുരിതത്തിലായിട്ടുണ്ട് ആളുകൾ? ശ്രീജ, ഞാൻ മലപ്പുറം KSRTC ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. നമുക്ക് ഇവിടെ തന്നെ ആളുകളെ കാണാം. ആളുകളൊക്കെ ഒരുപാട് സമയമായിട്ട് കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ഈ മലപ്പുറത്തിൻ്റെ ബസ് സ്റ്റാൻഡിലേക്ക് സാധാരണയായി കോഴിക്കോട്, പാലക്കാട് ബസ്സുകൾ, അതുപോലെ തിരൂർ, മഞ്ചേരി, നിലമ്പൂർ, പൊന്നാനി തുടങ്ങിയ മേഖലയിലുള്ള ബസ്സുകളൊക്കെയാണ് ധാരാളമായിട്ട് എത്തുന്നത്. അവരൊക്കെ ഇപ്പോൾ നിലവിലുള്ള സർവീസിനേക്കാൾ കൂടുതൽ സർവീസുകൾ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം. ഒരുപാട് സമയമായോ കാത്തുക്കാൻ തുടങ്ങിയിട്ട്? ഇല്ലല്ല. എവിടേക്കാണ് പോകുന്നത്? ഞങ്ങൾ മലപ്പുറം വന്നതാ. മലപ്പുറം വന്നാണ്. എവിടേക്കാ ഇനി പോകാനുള്ളത്? ബസ് കാത്തിരിക്കണോ? അല്ലല്ല. ഇല്ല. എവിടുന്നാ വരുന്നത്? വെള്ളൂർന്ന്. ബസ് ഇടുന്ന കിട്ടിയോ? കോഴിക്കോട് ബസ് ഉണ്ടായിരുന്നോ? എവിടേക്കാ പോകുന്നത്? കോഴിക്കോട്. കോഴിക്കോട്. കുറെ നേരമായില്ലേ ബസ് വന്നിട്ടില്ലേ? ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ. ഞാൻ എത്തിയിട്ടുള്ളൂ. പലരും എവിടെ പോകാൻ നിൽക്കുക സാറേ? എവിടെ പോകാൻ നിൽക്കുക? Sir, I'm not aware. Where are you going? I'm going for Thrissur. Thrissur. Yeah. So you're waiting for so many hours? For almost 1.5 hours. 1.5 Oh, yeah. 9:10 there was a bus, but it has got cancelled. Now I'm waiting from almost 1.5 hours. Authorities say He said that by 9:50 I'll get the bus. you are not aware of this bus strike right now. No, I come from Bangalore and I don't know, and I am not aware of this bus strike. Today morning only when I went to the private bus stand, I came to know that the strike was there. So you're stuck with it. Yes, almost all, from past 2 hours. I was supposed to be by 10 a.m. In Thrissur. Yeah. എവിടെ പോകാൻ നിൽക്കുന്നു? ഞങ്ങൾ ബത്തേരി. ബത്തേരിക്കാണ്. ഇവിടുന്ന് ബസ് ഉണ്ടോ ചോദിച്ചോ? ബസ് നേരിട്ട് ബസ്സില്ല. ഇല്ല. അപ്പോൾ ഇനി നിലമ്പൂർ പോയിട്ടോ അല്ലെങ്കിൽ മഞ്ചേരി പോയിട്ടോ? കോഴിക്കോട് പോയിട്ട് അങ്ങനെ കയറി പോകാനാ. രണ്ട് അല്ലേ? ഈ ബസ് സമരം ബുദ്ധിമുട്ടായില്ലേ? ബുദ്ധിമുട്ടായി. എന്താ പറയുക പറഞ്ഞത്? ബസ് ഉണ്ടോ? ബസ് ഉണ്ടെന്നാ പറഞ്ഞേ. കാത്തിരിക്കുകയാണ്. ഇതാണ് ഇവിടെയുള്ളവർ. നമുക്ക് KSRTCയിലെ അധികൃതരുടെ ഒരു പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. കാരണം ഒരുപാട് ബസ്സുകൾ പുതിയത് അഡീഷണൽ സർവീസ് തിരൂർ മഞ്ചേരി ലൈനിൽ കൂടുതൽ ബസ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളൊരു 30 ട്രിപ്പോളം കൂടുതൽ ഓടിയിട്ടുണ്ട്. 15 മിനിറ്റ് അരമണിക്കൂറിനുള്ളിലായിട്ട് വണ്ടികളുണ്ട്. കോഴിക്കോട് പാലക്കാട് ആണെന്നുണ്ടെങ്കിൽ സാധാരണ പോലെ തന്നെയാണ്. പക്ഷേ കളക്ടർ പ്രത്യേക ഓർഡർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഓരടമ്പാലം വഴി പോകാൻ പറ്റും. അപ്പം മക്കരപ്പറമ്പ്, തിരൂർക്കാടൊക്കെ കവർ ചെയ്യാൻ കഴിയും. നേരെ പോകാൻ പറ്റും. തൃശ്ശൂരിലേക്കും അതുപോലെ തന്നെ ഇനിയിപ്പോൾ 10 മണിക്കുള്ള വണ്ടി അഡീഷണൽ ഇല്ല, ഷെഡ്യൂൾ തന്നെയാണ്. അതെ, അത് വരുന്നുണ്ട്. വിളിച്ചു ചോദിച്ചിരുന്നു, അതുണ്ട്. പിന്നെ എല്ലാ ഡിപ്പോന്നും അഡീഷണൽ സർവീസ് ഇറക്കുന്നുണ്ട്. എല്ലാ ഡിപ്പോന്നും അഡീഷണൽ ഉണ്ട്. അവിടുന്നാണെങ്കിൽ മറ്റേ പെരിന്തൽമണ്ണ എന്നാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ റൂട്ടിലുണ്ട്, വഴിക്കടവ് റൂട്ടിലുണ്ട്. പിന്നെ അവരുടെ വടകുന്ന റൂട്ടിലുണ്ട്. നിലമ്പൂർ റൂട്ടിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്ന വണ്ടി വഴിക്കടവിലേക്ക് പോയിട്ടുണ്ട്. തിരൂർ മഞ്ചേരി റൂട്ടിൽ ഓടുന്നുണ്ട്. അവർ തിരൂർ പൊന്നാനി റൂട്ടിൽ അഡീഷണൽ ഓടുന്നുണ്ട്. നമുക്ക് പരിമിതമായ ബസ്സുകളിൽ പരമാവധി ഓടിക്കുന്നുണ്ട്. അതെ, ഓടിക്കുന്നുണ്ട്. നമുക്കറിയാം KSRTCക്ക് അധികം തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് സർവീസുകൾ കുറവാണ് വടക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് മലപ്പുറം ഭാഗത്തൊക്കെ. എങ്കിലും ഉള്ള ബസ്സുകൾ വെച്ച് പരമാവധി സർവീസുകൾ നടത്തുന്നുണ്ട്. പക്ഷേ ആളുകൾക്കൊക്കെ ഒരുപാട് മണിക്കൂറുകളായിട്ട് കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. കാരണം പലപ്പോഴും തെക്കൻ ജില്ല തൃശ്ശൂരിലേക്ക് പോകേണ്ട ആളുകളൊക്കെയാണ് കാത്തു നിൽക്കുന്നത്. ഇവിടെ എവിടെ പോകുന്ന കോഴിക്കോട് ബസ്സിന് ഒരുപാട് സമയമായോ ഇവിടെ കാത്തിക്കാൻ തുടങ്ങി? കാണുന്നു. 1 മണിക്കൂറായി. എവിടേക്കാണ് പോകുന്നത്? പാലക്കാടേക്കാണ്. പാലക്കാട് ബസ് വന്നിട്ടില്ല ഇതുവരെ? ഇല്ല, ഒന്നുണ്ടായിരുന്നു. ഫുൾ സീറ്റില്ല. ഫുൾ സീറ്റാണ്. തിരക്കാണ്. എല്ലാവരും പാലക്കാട്. പാലക്കാട്. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ ഇവിടെ വർക്കിന് വന്നാ. ശരിക്കും KSRTC കൂടുതൽ സർവീസ് നടത്തിയാലേ രക്ഷപ്പെടും. അതെ, അത്രേ ഉള്ളൂ. ശരി അനുമോദ്, ആ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് KSRTC സ്റ്റാൻഡിലൊന്നും വലിയ പൊതുവെ മനക്കമൊന്നും കാണാത്തതാണ്. പക്ഷേ ഇന്നത്തെ ദിവസം വലിയ ദുരിതത്തിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിന് വടക്കോട്ടുള്ള ജില്ലകളിൽ പൂർണ്ണമായും ഒരു 75% സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചാണ് അവിടുത്തെ ഗതാഗത സംവിധാനം മുഴുവനുള്ളത്. അവിടെ മുഴുവൻ ആളുകൾ വലിയ ദുരിതത്തിലായിരിക്കുകയാണ്. ഇനി ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. കൊച്ചിയിലും നഗരത്തിലൊക്കെ സ്വകാര്യ ബസ്സുകൾ വളരെ കാര്യമായി സർവീസ് നടത്തുന്നതാണ്. എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ആജ്ഞ പറയും.
സ്വകാര്യ ബസ്സുകളുടെ ഇന്നത്തെ സൂചനാ പണിമുടക്ക് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടുകൂടിയാണ് ഇന്ന് ബസ് ഉടമകൾ സൂചനാ പണിമുടക്കിലേക്ക് പോയിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ നിരക്ക്, അതായത് കൺസെഷൻ നിരക്ക് കാലോചിതമായി ഉയർത്തുക, ബസ് ജീവനക്കാർക്കുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ള നിർബന്ധം അവസാനിപ്പിക്കുക, അതുപോലെ ബസ്സുകളിൽ പെർമിറ്റ് അനുവദിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷനുമായി ചർച്ച നടത്തിയെങ്കിൽ ചർച്ച പരാജയപ്പെട്ടു. ഇപ്പം നമ്മൾ കലൂർ സ്റ്റാൻഡിലാണുള്ളത്. എനിക്ക് പിന്നിലായി കാണാം ഇവിടെ ഏത് സമയത്തും, അതായത് ഓരോ മിനിറ്റും ഇടവിട്ട് സ്വകാര്യ ബസ്സുകൾ വന്നു പോകുന്ന ഇടമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാം അങ്ങേയറ്റം ശൂന്യമായി കിടക്കുന്ന ഒരവസ്ഥയാണ് കലൂർ ബസ് സ്റ്റാൻഡിനുള്ളത്. ഇങ്ങനെ ഇന്ന് രാവിലെ മുതൽ ഒറ്റപ്പെട്ട ചില ഇടങ്ങളിൽ ബസ്സുകൾ ഓടിയതല്ലാതെ പൂർണ്ണമായും പണിമുടക്കിനോട് സഹകരിക്കുന്ന ഒരു സാഹചര്യമാണ് ബസ് ഉടമകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ബസ് സമരം ഇന്ന് സൂചനാ പണിമുടക്കാണ്. സൂചനാ പണിമുടക്കിന് ശേഷം 22-ാം തീയതി ഇന്നത്തെ പണിമുടക്ക് കൊണ്ട് പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ 22-ാം തീയതി വീണ്ടും സമരത്തിലേക്ക്, അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്നാണ് ബസ് ഉടമകൾ അറിയിക്കുന്നത്, ബസ് ഉടമ സംഘടനകൾ അറിയിക്കുന്നത്. അഖിലേന്ത്യാ പണിമുടക്ക് രാത്രി 12 മുതൽ ആരംഭിക്കുകയും ചെയ്യുന്നു. തുടർച്ചയായി 2 ദിവസം സംസ്ഥാനം നിശ്ചലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. ജോലിക്ക് പോകുന്നവരുണ്ട്. ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ മെട്രോയിൽ ആശ്രയിക്കുന്ന ആളുകളാണ് കൂടുതലും ഇന്നത്തെ ദിവസം. കാരണം ബസ്സില്ല, മെട്രോയിലൊക്കെ വലിയ തിരക്കാണെന്ന് പറയുന്നു. ഉള്ള സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളിലും വലിയ തിരക്കിയാണ് ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ നയങ്ങൾക്കെതിരായ പ്രതിഷേധവും ഇതിനുള്ളിൽ ഉൾപ്പെടുത്തിയാണ് ബസ് ഉടമകൾ സമരം ചെയ്യുന്നത്. മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപാധികൾ പാലിക്കാതെ അല്ലെങ്കിൽ ഉപാധികൾ പാലിക്കപ്പെടാതെ സമരത്തിൽ നിന്നും പിന്മാറുന്ന അവസ്ഥയില്ല, പിന്മാറുന്ന സാഹചര്യമില്ല എന്ന് തന്നെയാണ് ബസ് ഉടമകളുടെ അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത്. ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിൽ നിന്നുള്ള ചില യാത്രക്കാരുടെ പ്രതികരണങ്ങൾ കൂടി കാണാം. രാവിലെ 7 മണിക്ക് ഇറങ്ങിയതാണ്. ട്രാൻസ്പോർട്ട് ബസ് നിലവിൽ കുറെ ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സുഷ്കമാണ്. തൂങ്ങിക്കിടന്നാണ് ഈ ഇവിടം വരെ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ വയറ്റില വരെ എത്തിയത്. അപകടമാകുന്ന രീതിയിൽ തന്നെ തൂങ്ങിക്കിടന്നുകൊണ്ടാണ് വന്നത്. കുട്ടികളടക്കം ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞത്. ബുദ്ധിമുട്ടാണ് നമുക്കിപ്പോൾ. ഞാനിപ്പോൾ കളമശ്ശേരിയിൽ നിന്നാണ് വന്നത്. കളമശ്ശേരിയിൽ നിന്ന് വന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് മെട്രോയ്ക്ക് വരെ സാധാരണ ബസ്സിനാണ് ആശ്രയിച്ചാൽ ജീവിക്കുന്നത്. ബുദ്ധിമുട്ടുണ്ട്. വരാൻ ലേറ്റ് എല്ലാ ദിവസവും ബസ്സിന് വന്നു. അല്ല, ബുദ്ധിമുട്ട് ഇപ്പോൾ കുറേ സ്റ്റുഡൻസ് ഇന്നിപ്പോൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതലായിട്ടുള്ള ഒരു സ്ഥലമാണ് കലൂർ എന്ന് പറയുന്നത്. ഞാനും എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറേ പിള്ളേർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രെയിനിൽ വരുന്നവരുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്താനും അതുപോലെ തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കുറേ പേര് ഈ പഠിക്കാനും മറ്റ് ജോലികൾക്കും IT ഫീൽഡ് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത് കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് ആയിരിക്കും. അതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഡീസലിന് ഇതിനൊക്കെ വില കൂടി വരണം. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് വരണോണ്ട് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എന്നാൽ അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് നല്ലൊരു തീരുമാനം, രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടില്ലാണ്ടുള്ള രീതിയിലുള്ളൊരു തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ആളുകളുടെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് സർക്കാർ കൊണ്ടുവന്ന ആരോഗ്യകിരണം പദ്ധതിയും പാളിയിരിക്കുന്നു. സർക്കാർ ഫണ്ട് ലഭിക്കാതായതോടെ പല ആശുപത്രികളും സൗജന്യ ചികിത്സ നിർത്തി. ഫണ്ട് മുടങ്ങിയിട്ട് 2 വർഷമായെന്നും ഇനി പിടിച്ചു നിൽക്കാനാകില്ലെന്നുമാണ് ആശുപത്രികളുടെ നിലപാട്. OP ടിക്കറ്റിനടക്കം കുട്ടികളിൽ നിന്ന് തുക ഈടാക്കി തുടങ്ങി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇപ്പം നമ്മൾ OP ടിക്കറ്റിന് മുന്നേ പൈസ കൊടുക്കണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ 10 രൂപ വെച്ചാണ് വാങ്ങിക്കുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് OP ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നത്. അതിപ്പോൾ സെപ്പറേറ്റ് വരികളുണ്ടെങ്കിൽ പോലും കുട്ടികൾക്കായിരുന്നാലും സെപ്പറേറ്റ് വരിയുണ്ട്. പക്ഷേ ഒരാളാണ് ടോക്കൺ എടുത്തു കൊടുക്കുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പം നമ്മൾ OP ടിക്കറ്റിന് മുന്നേ പൈസ കൊടുക്കണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ 10 രൂപ വെച്ചാണ് വാങ്ങിക്കുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് OP ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നത്. അതിപ്പോൾ സെപ്പറേറ്റ് വരികളുണ്ടെങ്കിൽ പോലും കുട്ടികൾക്കായിരുന്നാലും സെപ്പറേറ്റ് വരിയുണ്ട്. പക്ഷേ ഒരാളാണ് ടോക്കൺ എടുത്തു കൊടുക്കുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കൊച്ചു കുട്ടികളെയും കൊണ്ടുവന്ന് ഞങ്ങൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടാണ് ഞങ്ങൾക്ക് OP ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നത്. മിക്ക ടെസ്റ്റിനും ബ്ലഡിനായിരുന്നാലും എല്ലാത്തിനും ടെസ്റ്റിന് പൈസ വാങ്ങിച്ചിട്ടാണ് ഇവിടെ നമ്മളിപ്പോൾ റിസൾട്ട് കാണിക്കാനായിട്ട് പറ്റുന്നത്. പുറമേക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ ഇതുണ്ട്? പുറമെ നമുക്ക് സ്കാനിങ്ങും അതിനും ഇതൊക്കെ പുറത്ത് ചെയ്യാനാണ് എഴുതായിരുന്നത്. ഇവിടെ നിന്ന് 2 വയസ്സുകാരനെയും കൊണ്ട് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ കുടുംബമാണിത്. ആരോഗ്യകിരണം പദ്ധതിയിൽ
സൗജന്യ ചികിത്സ എന്ന സർക്കാർ ഉറപ്പ് വിശ്വസിച്ചവരാണ് ഇവർ. എന്നാൽ ചികിത്സ സൗജന്യമല്ലാതായിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ആരോഗ്യകരണം പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ഈ ആശുപത്രിക്ക് നൽകേണ്ടിയിരിക്കുന്നത്. കുടിശ്ശികയായിരിക്കുകയാണ്. അടുത്ത കാലത്തായിട്ട് അതിനെ വേണ്ട രീതിയിൽ കേന്ദ്ര ഫണ്ട് വകയിരുത്തുവാനോ അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പിൻ്റെ പ്രവർത്തനമെന്നോണം അത് സുദൃഢമായി കൊണ്ടുപോകുവാനോ സാധിക്കാത്ത സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ തുല്യമായി പ്രതികൂട്ടിലാണ്. ഇതൊരു ആശുപത്രിയിലെ മാത്രം അവസ്ഥയല്ല. സംസ്ഥാനത്തെ പല സർക്കാർ ആശുപത്രികളിലും ആരോഗ്യകരണം പദ്ധതി അവസാനിപ്പിച്ച മട്ടാണ്. വരുമാന വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ, ഇതാണ് ആരോഗ്യകരണം പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് പദ്ധതി നിർവഹണത്തിനുള്ള തുക വകയിരുത്തുന്നത്. സർക്കാർ ആശുപത്രിയിൽ ലഭ്യമല്ലാത്ത ചികിത്സ എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ നിന്നും ലഭ്യമാവും. 2022 നവംബർ 1 മുതൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴിയാണ് ആരോഗ്യകരണം പദ്ധതി നടപ്പാക്കുന്നത്. അതിനു മുൻപ് നാഷണൽ ഹെൽത്ത് മിഷൻ വഴിയായിരുന്നു പദ്ധതി നിർവഹണം. സൗജന്യ ചികിത്സയുടെ റീഫണ്ട് തുക കിട്ടാത്തതാണ് പദ്ധതി മുടങ്ങാൻ കാരണം. ആരോഗ്യരംഗത്തെ മുൻനിര നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒട്ടും പുറകിലല്ല. എന്നാൽ ഇതേ ആവേശവും ഊർജ്ജവും കൗമാരക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഇത്തരം പദ്ധതികൾ നിലനിർത്തുന്നതിലും കാണിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ആരോഗ്യപൂർണമായ ഒരു ഭാവി ഇന്ത്യയെ നമുക്ക് പടുത്തുയർത്താൻ കഴിയുകയുള്ളൂ. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സാരംഗ് തന്നെ വിശദാംശങ്ങൾ നൽകും. സാരംഗ്, ഇപ്പോൾ നമ്മൾ ഒരാശുപത്രിയിലാണ് ഈ കാഴ്ച കണ്ടത്. സർക്കാർ ഫണ്ട് ലഭിക്കാത്തതിനെ തുടർന്നുള്ള പ്രതിസന്ധിയാണെന്ന് അറിയുന്നു. മറ്റ് ആശുപത്രികളിലെ സ്ഥിതി എന്താണ്? സംസ്ഥാന വ്യാപകമായി തന്നെ ആരോഗ്യകിരണത്തിലേക്ക് ഫണ്ട് ലഭിക്കുന്നില്ല എന്നതാണോ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും ശ്രീജ, ഇത്തരത്തിലൊരു സാഹചര്യം സംസ്ഥാനത്തൊട്ടാകെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ആശുപത്രി, ചിറയൻകീഴ് ആശുപത്രിയിലെ കാര്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. എങ്ങനെ ഒരു പദ്ധതി നിർത്തലാക്കേണ്ട ഒരു ഗതികേടിലേക്ക് ആശുപത്രി അധികൃതർ എത്തുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 2 വർഷത്തോളം ആയിട്ടുള്ള ഈ തുക ഇവർക്ക് ലഭിച്ചിട്ടില്ല. മാസം തോറും ഇത്തരത്തിൽ സൗജന്യ ചികിത്സ നൽകുന്നതിനുള്ള പണം റീഫണ്ടായി സർക്കാരിൽ നിന്നും കൃത്യമായി ലഭിക്കേണ്ടതുണ്ട്. അത് 2 വർഷത്തോളം മുടങ്ങുമ്പോൾ നമുക്കറിയാം മറ്റ് പല പദ്ധതികൾക്കും വകയിരുത്തിയ പണം ഈ ഒരു രീതിയിലേക്ക് ചിലവഴിക്കേണ്ടി വരും. മാത്രമല്ല ഈ പല ഔട്ട്സോഴ്സ് ചെയ്തിട്ടുള്ള പല സർവീസുകളും മറ്റും പണം നൽകാത്തതിനാൽ പല പ്രശ്നങ്ങളും ഈ ആശുപത്രികൾ നേരിടുന്നുണ്ട്. ഇത് ചിറയൻകീഴിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമല്ല. മറ്റ് ഈ ആരോഗ്യകരണം പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ നടപ്പാക്കുന്ന എല്ലാ സർക്കാർ ആശുപത്രിയിലും നിലനിൽക്കുന്ന ഒരു പദ്ധതിയാണ്. അവിടെയൊക്കെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ, OP ടിക്കറ്റും IP ആയാലും എല്ലാം സൗജന്യ ചികിത്സ ലഭിക്കുന്ന ഒരു സേവനമാണ്. ഇത്തരത്തിലൊരു സേവനം പല ആശുപത്രികളും നിർത്തലാക്കിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതി, ഈ സാമ്പത്തികമായി കൃത്യമായ ഒരു പിന്തുണ ലഭിക്കാതെ വരുമ്പോൾ ഇത്തരത്തിലൊരു ഈ ആശുപത്രികൾ, അതായത് താലൂക്ക് ആശുപത്രി അടക്കമുള്ള ആശുപത്രികൾ ഇങ്ങനെ ഈ പദ്ധതി നിർത്തിവെക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് എത്തുന്നത്. മാത്രമല്ല ഇത് ബാധിക്കുന്നത് സാധാരണക്കാരെയാണ്. കാരണം ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ മറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടുള്ള മാതാപിതാക്കളായിട്ടുള്ള അങ്ങനെയുള്ള കുട്ടികൾക്കൊന്നും ഈ പദ്ധതി ലഭ്യമാവില്ല. വളരെ സാധാരണക്കാരായുള്ള കുട്ടികൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കാതെ വരുമ്പോൾ OP ടിക്കറ്റ് മുതൽ ബ്ലഡ് ടെസ്റ്റുകളായിക്കോട്ടെ മറ്റ് ടെസ്റ്റുകളായിക്കോട്ടെ എല്ലാത്തിനും പണം മുടക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. മാത്രമല്ല ഗുരുതരമായ ഘട്ടങ്ങളിൽ IP ആവുകയാണെങ്കിൽ ആ സമയത്തും പണം മുടക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരു സാധാരണക്കാരുടെ മക്കളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം പദ്ധതികളിൽ ഈ ഒരു സാമ്പത്തിക തടസ്സം ഈ ഒരു സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ചിറയൻകീഴിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ SHA-യിലേക്ക്, അതായത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിലേക്ക് ഈ ഒരു പദ്ധതി കൈമാറിയതിന് ശേഷം ആണ് തീരെയും പണം ലഭിക്കാതെ വന്നത്. അതിനു മുൻപ് ഈ ഒരു 2022 നവംബർ 1 മുൻപ് വരെ നാഷണൽ ഹെൽത്ത് മിഷൻ ആയിരുന്നു ഇത്തരത്തിൽ പണം നൽകിയിരുന്നത്. അത് ഗഡുക്കളായി, അതും കൃത്യമായിരുന്നില്ല എന്നാണ് അധികൃതർ പറയുന്ന കാര്യം. അതും ഘട്ടം ഘട്ടമായി ചെറിയ തുക ലഭിച്ചിരുന്നു. പക്ഷേ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ കീഴിലേക്ക് വന്നതിന് ശേഷം പണമൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് 2 വർഷത്തോളമായി ഈ ഒരു സൗജന്യ സേവനം നൽകിയത് സാമ്പത്തികമായിട്ടുള്ള യാതൊരു പിന്തുണയും സർക്കാരിൽ നിന്ന് ലഭിക്കാതെയാണ്. നിലവിൽ അവിടെ എത്തുന്ന ഈ പദ്ധതികൾ അവസാനിപ്പിച്ച കാര്യം പല സാധാരണക്കാരും അറിഞ്ഞിട്ടില്ല. അവിടെ വന്ന് ഗുരുതരാവസ്ഥയിലും മറ്റും അവിടെ വന്നതിന് ശേഷം ഈ ഒരു പദ്ധതി ഇല്ല എന്നറിഞ്ഞതിന് ശേഷം കയ്യിൽ നിന്നും പണം നൽകി ഈ ചികിത്സ നൽകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ നിലനിൽക്കുന്നത്. ശ്രീജ, ശരി. ഇപ്പോൾ പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ SS ലാൽ ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ ലാൽ, വലിയ ലക്ഷ്യത്തോടെ, അതായത് സംസ്ഥാനത്തെ കുട്ടികൾക്ക് ഒരു ചികിത്സ മുടങ്ങരുത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ചികിത്സ ലഭ്യമാക്കണം എന്ന ലക്ഷ്യത്തോടെ സർക്കാർ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന പദ്ധതിയാണ് ആരോഗ്യകിരണം. കഴിഞ്ഞ ബജറ്റിൽ പോലും 3.5 വർഷം കൊണ്ട് ആരോഗ്യകിരണത്തിനായി വകയിരുത്തിയ പൈസയുടെ കണക്കൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ട്.
പക്ഷേ 2 വർഷമായി ഈ ഫണ്ട് ലഭിക്കുന്നില്ല എന്നാണ് നമുക്ക് ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ആരോഗ്യ കേരളം, ലോകോത്തര നിലവാരമുള്ള ആരോഗ്യ കേരളം എന്ന് നമ്മൾ മേനി പറയുമ്പോഴും ഈ ഏറ്റവും സാധാരണക്കാരെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ ആരും അറിയാതെ പോവുകയാണോ? തീർച്ചയായിട്ടും ഈ ആരോഗ്യ കേരളമൊക്കെ അത് മുടങ്ങുന്നതൊക്കെ ആരോഗ്യവകുപ്പിന്റെ രോഗത്തിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ്. ഇതല്ല എല്ലാം കൂടെയും കിടക്കുക. ഇപ്പൊ ഈ ആരോഗ്യം ആലോചിച്ച് നോക്കണം. കുട്ടികൾ 18 വയസ്സിലുള്ള കുട്ടികളുടെ ചികിത്സ നമുക്ക് ഏറ്റവും പ്രധാനമാണ്. കാരണം അവർ ഭാവി പൗരന്മാരാണ്. അവർക്ക് അപകടം സംഭവിക്കരുത്, ജീവൻ നഷ്ടപ്പെടരുത്, വൈകല്യങ്ങൾ ഉണ്ടാകും, ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ ഇനി ഒന്ന് വേറൊരു കാര്യം ഞാൻ ചോദിക്കുന്നു, താങ്കൾക്കോ കേട്ടിരിക്കുന്ന ആർക്കെങ്കിലും നമ്മുടെ കുട്ടികളെ നിങ്ങൾ ഏത് സർക്കാരിൽ കൊണ്ടുപോകാറുണ്ടോ? ഡോക്ടർ ലാൽ, ദയവേത് ക്ഷമിക്കണം, അങ്ങയുടെ ടെലിഫോൺ ലൈനിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരിക്കൽ കൂടി ഒന്ന് അങ്ങയെ വിളിച്ചാൽ കുറച്ചുകൂടി വ്യക്തത വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതേ കാര്യത്തിലേക്ക് മടങ്ങിയെത്താം. സാരംഗ് തുടരുന്നുണ്ട്. സാരംഗ്, ഈ വിഷയത്തിൽ നമ്മൾ അധികൃതരുടെ വിശദീകരണം തേടിയിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഈ വാർത്തകളൊക്കെ നോക്കുമ്പോൾ കുറച്ച് ദിവസം മുൻപ് തന്നെ ഇത്തരത്തിൽ എങ്ങനെ ഈ പദ്ധതി മുടങ്ങിയിട്ടില്ല എന്നൊരു വിശദീകരണമൊക്കെ ഈ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നൽകിയതായി കാണുന്നുണ്ട്. ഈ 2 വർഷമായി ഫണ്ട് കിട്ടിയിട്ടില്ലെന്ന് ആശുപത്രികൾ പറയുമ്പോൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയുടെ വിശദീകരണം എന്താണ്? ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഇങ്ങനെയൊരു തുക മുടങ്ങുന്നത് എന്നാണ് അനൗദ്യോഗികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഇത്തരത്തിലൊരു സാഹചര്യം കേരളത്തിലുടനീളം നിൽക്കുന്നുണ്ട്. നമുക്ക് അറിയാം, ഈ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം ഈ ഡോക്ടർ ഹാരിസ് ചിറക്കൽ തുറന്നു പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തുറന്നു പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ഇതുമായിട്ട് ബന്ധിപ്പിച്ച് കാണാവുന്ന ഒരു കാര്യമാണ്. കാരണം അവിടെയും ഇവിടെയും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ്. പല രീതിയിൽ ഇതൊരു പല പദ്ധതികളിലായിട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുമ്പോൾ ഇതിൻ്റെയൊക്കെ ദൂഷ്യഫലം അനുഭവിക്കുന്നത് സാധാരണക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു തുക അനുവദിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ഈ NHMന്റെ കീഴിലായ സമയത്ത് തുക അനുവദിച്ചിരുന്നു. മാത്രമല്ല ചിറയൻകീഴിന് 2 വർഷമായി തുക ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. ചില ആശുപത്രികൾക്ക് ചില ചെറിയ തുകകൾ നൽകി ഈ ഒരു പദ്ധതി നിലനിൽക്കുന്നുണ്ട്. പദ്ധതി പൂർണ്ണമായും ഔദ്യോഗികമായി അവസാനിപ്പിച്ചിട്ടില്ല. പക്ഷേ ആശുപത്രികൾ, ഈ താലൂക്ക് ആശുപത്രികളും മറ്റും ഇത് അവസാനിപ്പിക്കേണ്ട, അതായത് താൽക്കാലികമായി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഈ ഇത്തരത്തിലുള്ള സാമ്പത്തിക വെല്ലുവിളി കൊണ്ട് മാത്രമാണ്. കാര്യം ഈ ഒരു മാസം തോറുമുള്ള തുക റീഫണ്ടായി നൽകണം. അതായത് ഒരു മാസം വരുന്ന കുട്ടികളുടെ മൊത്തം ചികിത്സാ ചെലവ്, അതായത് IP, OP ചികിത്സാ ചെലവുകൾ കൃത്യമായി രേഖപ്പെടുത്തി ഈ ആരോഗ്യ വകുപ്പിനെ അറിയിച്ച് അടുത്ത മാസം തന്നെ ആ തുക റീഫണ്ടായി ലഭിക്കേണ്ടതാണ്. മാത്രമല്ല അത് വർഷം തോറുമല്ല, മാസം തോറും ലഭിക്കേണ്ട തുകയാണ് ഇത്തരത്തിൽ മുടങ്ങിയിരിക്കുന്നത്. അതിനർത്ഥം ഈ ഒരു സർക്കാർ ആശുപത്രിയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന രീതിയിൽ ഈ ഒരു സാമ്പത്തിക മടങ്ങിയെത്താം. ഇപ്പോൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലെ HMC അംഗം ശ്രീ ശശി ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ ശശി, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന വിശദീകരണം എന്താണ്? പൈസയില്ല, പലതരത്തിൽ പല ഇടങ്ങളിൽ ആ പൈസ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ OP ടിക്കറ്റ് പോലും പൈസ ഈടാക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക്, അതായത് ചികിത്സ മുടങ്ങുന്നുണ്ട് എന്ന വാർത്തകൾ നേരത്തെയും വന്നിട്ടുണ്ട്. പക്ഷേ OP ടിക്കറ്റുകൾക്ക് പോലും പണം ഈടാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹലോ, പറഞ്ഞോളൂ. നമ്മുടെ 2005 ഐക്യ പുരോഗമന സഖ്യ സർക്കാർ ശ്രീ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ് ആരോഗ്യ കിരണം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതിന് പിൻബലം നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ധനസഹായത്തോടുകൂടിയും സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ശ്രമഫലമായും 18 വയസ്സിൽ താഴെയുള്ള ഈ രാജ്യത്തെ മുഴുവൻ കുട്ടികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി രൂപമെടുത്തൊരു പദ്ധതിയാണ് ഈ ആരോഗ്യ കിരണം പദ്ധതി. മൻമോഹൻ സിംഗ് സർക്കാർ ഭാരതത്തിന്റെ യുവത്വമാണ്. നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരാമോ? ഇപ്പോൾ നിലവിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നം ഈ ഫണ്ട് ലഭിക്കാത്തതാണെന്ന് മനസ്സിലാക്കുന്നു. ഈ OP ടിക്കറ്റിന് വരെ പൈസ ഈടാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? തീർച്ചയായും ഇത് സംസ്ഥാന സർക്കാർ ഈ പരിപാടി കാര്യക്ഷമമായി കൊണ്ടുപോകേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. അതിന് ചെലവ് വരുന്ന കാശ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഈടാക്കേണ്ടതുമുണ്ട്. കേന്ദ്ര സർക്കാർ കുടിശ്ശിക വരുത്തിയത് കാരണം ഞാൻ HMC അംഗമായ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ്, ചിറയൻകീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിക്ക് സഹിതം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് 32 ലക്ഷം രൂപയോളം കുടിശ്ശികയായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ഒരു താലൂക്ക് ഹെഡ്ക്വാർട്ടർ ആശുപത്രി ഇതിനെ തരണം ചെയ്യാൻ സാധിക്കുന്നത്? ഇതിന്റെ ഒരു ഷെയർ എങ്ങനെയാണ്? കേന്ദ്ര സർക്കാർ എത്രയാണ്, സംസ്ഥാന സർക്കാർ എത്രയാണ് എടുക്കുന്നത്? തുടക്കത്തിലെ 75% കേന്ദ്ര സർക്കാരും 25% സംസ്ഥാന സർക്കാരും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു രീതി പാലിച്ചു പോകുമ്പോൾ പോലും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി
ഈ ചെലവ് വഹിക്കേണ്ടതാണ്. വളരെ ഗ്രാമപ്രദേശത്ത് പ്രവർത്തിക്കുന്ന പരിമിതമായ വരുമാനമുള്ള പാവപ്പെട്ടവർ തിങ്ങിപ്പാർക്കുന്ന താലൂക്ക് ആശുപത്രി ആശുപത്രികൾക്കൊക്കെ അവരിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസ് അടക്കം ഈടാക്കിക്കൊണ്ട് പോയിട്ട് പോലും ഈ പദ്ധതി വിജയകരമായി കൊണ്ടുപോകാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. ശരി, ഡോക്ടർ SS ലാൽ തുടരുന്നുണ്ട്. ഡോക്ടർ ലാൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കേണ്ടത്. ഫണ്ട് പ്രശ്നമാണെന്ന് അറിയുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ നോക്കുമ്പോൾ ദേശാഭിമാനിയിലൊക്കെ വന്നിട്ടുള്ള വിശദീകരണം ഇത് മുടങ്ങിയിട്ടില്ല, ഒരു പ്രശ്നവും ഇല്ലാതെ നടക്കുന്നു എന്നൊക്കെയാണ്. അവിടെയാണ് പ്രശ്നമുണ്ടെന്ന് ആദ്യം അംഗീകരിക്കണമല്ലോ, എന്നാലാണല്ലോ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ. അതാണ് കൃത്യ പോയിന്റ്. കാരണം മന്ത്രി അബദ്ധത്തിലെങ്കിലും ഒരു സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും ചർച്ച നടക്കുന്നത്. മറ്റേത് അടച്ച് സീൽ വെച്ചിരിക്കുന്ന ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ പ്രശ്നം ഇല്ലാത്ത കേരളത്തില് പൊളിറ്റിക്കലായിട്ട് ഇടതുവശത്ത് നിൽക്കുന്നവർക്ക് മാത്രമാണ് ഈ പ്രശ്നമില്ലാത്തത്. അതും ഹാർഡ് കോർ ആയിട്ട് രാഷ്ട്രീയം പറയുന്നവർക്കാണ്. അപ്പോൾ CPM തന്നെ ലീഡേഴ്സ് പലരും ഇപ്പൊ മന്ത്രി ഇന്നലെ പറഞ്ഞില്ലേ അദ്ദേഹം മരിച്ചുപോയിരുന്നത് പ്രൈവറ്റ് ആശുപത്രി പോയിട്ടാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് പനി വരുന്നത് പല രോഗത്തിന്റെ ലക്ഷണമാണ്. പനി എന്ന് പറഞ്ഞ രോഗമില്ല, അത് ചെറിയ വൈറൽ പനി തൊട്ട് ക്യാൻസർ വരെ ആകാം. അപ്പൊ ഇതാണ് പക്ഷെ ലക്ഷണം നടത്തേണ്ടത്. അപ്പൊ അകത്താണ് പ്രശ്നം. ഈ ആരോഗ്യകരണമൊക്കെ പരാജയപ്പെടുന്നത് മൊത്തം രോഗത്തിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ്. ഇതെല്ലാം എല്ലാ മുറയും കിടക്കുകയാണ്. ശ്രീ അച്യുതാനന്ദന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥ ആലോചിച്ചു. അദ്ദേഹത്തിനെ ചികിത്സിക്കുന്നത് പ്രൈവറ്റ് ആശുപത്രി കിടത്തിയിട്ട് മെഡിക്കൽ കോളേജിൽ 8 ഡോക്ടർമാരെ കൊണ്ടുവന്നിട്ടാണ്. അതിപ്പോ ഡോക്ടർ ലാൽ, ഞാൻ ഏത് ആശുപത്രിയിൽ പോകണമെന്ന് ഞാനും താങ്കൾ ഏത് ആശുപത്രിയിൽ പോകണമെന്ന് താങ്കളും അല്ലേ തീരുമാനിക്കുന്നത്? VS അച്യുതാനന്ദന്റെ കുടുംബത്തിന്റെ താല്പര്യം അനുസരിച്ച് അവർ എത്രയോ വർഷമായി SUT ആശുപത്രിയിലാണ് ചികിത്സ നടത്തുന്നത്. അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം. അത് ഞാനും അവിടെയാ പോകുന്നത്. അതാണ് പ്രശ്നം. അച്യുതാനന്ദന് ഉള്ളതുകൊണ്ട് എനിക്ക് ശമ്പളം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞാനും പ്രൈവറ്റ് ആശുപത്രിയിൽ പോകുന്നത്. ഞാൻ പഠിച്ച കോളേജാണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നം പറയുന്നത്. പക്ഷെ അവിടെ വരുന്ന എന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ പാവപ്പെട്ട് വരുന്നുണ്ട്. അവർ വന്ന 85,000 ഒരു ബന്ധു വന്നപ്പോൾ തറയിലാണ് കിടത്തിയത്. സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാ വാർഡിലും ഒരു ബെഡിൽ 2 പേരെ കിടത്തുന്നത്. ഞാൻ പറഞ്ഞത് അച്യുതാനന്ദന്റെ ചികിത്സ ഏറ്റവും നല്ല ചികിത്സ വേണമെന്ന് എന്റെ ആഗ്രഹം. എന്റെ പിതാവിനെ പോലെ ഞാൻ ചിന്തിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞത് ഇവര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പുറത്തു പോകുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, എന്തായാലും ഈ വിഷയത്തിൽ എന്താണ് സർക്കാരിന് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഡോക്ടർ ലാലാണ് പ്രതികരിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ വളരെ അഭിമാനപൂർവ്വം സർക്കാർ എപ്പോഴും പറയുന്ന പദ്ധതിയാണ് ആരോഗ്യകരണം. പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യ ചികിത്സ നൽകുന്ന ഒരു പദ്ധതി. ആ പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ്. OP ടിക്കറ്റിന് വരെ കുട്ടികളിൽ നിന്ന് പണം ഈടാക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവർ കോന്നി പയ്യനാമൺ ചെങ്കുളത്ത് പാറമടയിൽ അപകടത്തിൽപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. 30 അടി താഴ്ചയിലേക്ക് വടം കെട്ടി ഇറങ്ങിയ NDRF ഫയർഫോഴ്സ് അംഗങ്ങൾ അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ചിയിൽ വടം കെട്ടി പൊക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. ബീഹാർ സ്വദേശിയായ ഹിറ്റാച്ചി ഓപ്പറേറ്റർ അജയ് റായ് വാഹനത്തിന്റെ ക്യാബിനിൽ ഉണ്ടെന്നാണ് നിഗമനം. അല്ല, അത് നമ്മൾ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാര്യം ആദ്യം പറഞ്ഞത് നമുക്ക് ആ വണ്ടിയുടെ മുകളിൽ കിടക്കുന്ന ചെറിയ പാറക്കഷ്ണങ്ങൾ നമുക്ക് എടുത്തു മാറ്റുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരുന്നത്. അത് പ്രകാരമാണ് ഫയർഫോഴ്സും NDRFും ഇറങ്ങിയിട്ട്
അവർ ആ 4 പേര് ഏറ്റവും സേഫ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സേഫ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പാറക്കഷങ്ങളും റിമൂവ് ചെയ്തു. മാത്രമല്ല അവർ ഇറങ്ങിയതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി ഹുക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ഇപ്പൊ നമുക്ക് കരുനാഗപ്പള്ളി നമ്മൾ വലിയൊരു കപ്പാസിറ്റി ഉള്ള ഒരു 30 ടൺ കപ്പാസിറ്റി വലിക്കാൻ പറ്റുന്ന ഒരു ക്രെയിൻ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത് വെച്ചിട്ട് കെട്ടിവലിക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഇത് കൂടാതെ ആലപ്പുഴ സ്പിൽവേയിൽ നമുക്കൊരു വലിയൊരു ഹിറ്റാച്ചി പോലത്തെ ഒരു മെഷീൻ കിടക്കുന്നുണ്ട്. അത് ആലപ്പുഴ കളക്ടറുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് അത് ഈ പാരലി തന്നെ, അതായത് ഇപ്പൊ ഈ ക്രെയിൻ വരുമ്പോൾ തന്നെ നമുക്ക് വണ്ടി താഴെ എത്തിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതില്ല എങ്കിൽ ഒരു ബാക്കപ്പ് പ്ലാൻ എന്നുള്ള രീതിയിൽ മുകളിൽ നിന്നും ആ വലിയ പാറക്കഷങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയുള്ള വലിയൊരു ഹിറ്റാച്ചി നമ്മൾ ആലപ്പുഴയിൽ നിന്നും റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ദൗത്യസേനകൾക്ക് ആരെങ്കിലും ഈ കുടിയിലൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവർക്ക് അങ്ങനൊന്നുമില്ല. കാര്യം ഇപ്പൊ ഞാൻ ചിറക്കിയപ്പോൾ ആ ക്യാബിനറ്റിന്റെ മുകളിലാണ് ആ വലിയ പാറക്കഷങ്ങൾ വന്ന് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ദുഷ്കരമായിരിക്കും ഇപ്പൊ റിമൂവ് ചെയ്യാന്നുള്ളത്. അത് ഈ വന്നിരിക്കുന്ന ഒന്നെങ്കിൽ നമ്മൾ ക്രെയിൻ വെച്ച് കെട്ടി വലിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വലിയ ഹിറ്റാച്ചി ഉപയോഗിച്ച് റിമൂവ് ചെയ്താലേ നമുക്ക് അവിടെ വിസിബിൾ ആവുകയോ. അങ്ങനെ രാവിലെയുടെ സമയം ഏതാണ്ട് പൂർണ്ണമാവുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ന്യൂസ് 18 പ്രേക്ഷകർക്കായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി നടക്കുന്ന പല ചർച്ചകളും കൂടിയാലോചനകളും ഗൂഢാലോചനകളും ഉൾപ്പെടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. ഇതാ ഇന്ന് മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ കണ്ടു, നേരത്തെ കോൺഗ്രസിന്റെ യുവ നിരയുടെ കാര്യത്തിലുള്ള വാർത്ത കണ്ടു. ഇപ്പോൾ ഇന്ന് കേരള കോൺഗ്രസ് കുറച്ച് ആലോചനകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ജോസ് കെ മാണിയും മോൻസ് ജോസഫും നേർക്കുനേർ വരുന്ന ഒരു പോരാട്ടം ഉണ്ടാവുമോ എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്. അതിനുള്ള കളം ഒരുങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നതാണ് വിവരം. അതിന്റെ വളരെ വിശദമായ വിശകലനങ്ങളും ചർച്ചകളും നമുക്ക് ന്യൂസ് ട്രെൻഡ്സിൽ കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും. ഇടവേളയ്ക്ക് ശേഷം രാവിലെയിൽ വീണ്ടും നാളെ കാണാം.